അസ്സലാമലൈക്കും ഷംസി, സുഖാണോ? ഞാനാണ് നിന്റെ സ്വന്തം പാച്ചു. നോമ്പൊക്കെ കഴിഞ്ഞു മോളെ, പെരുന്നാളാണെന്ന്. നീ ഇല്ലാത്ത ആദ്യത്തെ പെരുന്നാള്. കഴിഞ്ഞ പെരുന്നാളിന് നമ്മൾ ഒരുമിച്ചായിരുന്നുണ്ടായിരുന്നത്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, ഒരുമിച്ച് പുറത്തു പോയി. അങ്ങനെയായിരുന്നു കഴിഞ്ഞ പെരുന്നാളൊക്കെ നമ്മൾ വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ ആഘോഷിച്ചത്. പക്ഷെ ഈ പെരുന്നാളിന് ഒരു സന്തോഷം, സമാധാനം, റാഹത്തോ ഒന്നും തന്നെ ഇല്ല മോളെ. ഇല്ലാത്തത് നീ കൂടെ ഇല്ലാത്തതാണ്. എന്തിനാണ് നീ അല്ലെങ്കിൽ എന്നെ മോനെ വിട്ടിട്ട് നേരത്തെ അങ്ങോട്ട് പോയത്? നീ പോയ ഒരു ദിവസം തൊട്ട് ശരിക്കൊന്നും ഉറങ്ങാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. അവർക്ക് നല്ല സങ്കടം ഉണ്ട് കേട്ടോ, നീ കൂടെ ഇല്ലാത്തത്. ഉമ്മ ഇന്ന് കൂടെ ഇല്ലല്ലോ എന്നോർത്തിട്ട് വരാറുണ്ട് നിന്റെ ചാരത്തേക്ക് ഞാനും മോനും ഇടക്കിടക്ക്. നീ അറിയലുണ്ടോ മോളെ അത് ഞങ്ങൾ ഒരുമിച്ച് വരുന്നത്? ഷംസി, അല്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് ഒരുപാട് കാലം സന്തോഷത്തോട് സമാധാനത്തോട് കൂടിയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവരല്ലേ, കൊതിച്ചവരല്ലേ നമ്മള്? എന്നാൽ നമ്മുടെ ആഗ്രഹത്തിനും നമ്മുടെ കൊതിച്ചതിനും ആയുസില്ല എന്ന് നമുക്ക് തന്നെ അറിയില്ലായിരുന്നു. നമ്മൾ ആഗ്രഹിച്ചതും കൊതിച്ചതും മറ്റൊന്നായിരുന്നു, എന്നാൽ പടച്ചവൻ വിധിച്ചത് മറ്റൊന്നാണ്. പടച്ചവന്റെ വിളിക്ക് ഉത്തരം നൽകി നീ നേരത്തെ അങ്ങോട്ട് പോകുമ്പോഴേ എൻ്റെ പകുതി ജീവനുമായിട്ടാ നീ അങ്ങോട്ട് പോയത്. അത്രത്തോളം ഇഷ്ടമായിരുന്നു എനിക്ക് നിന്നെ. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വരുന്നുണ്ട് ഞാനും നമ്മുടെ മോനും പള്ളിക്കാട്ടിൽ മൈലാഞ്ചി ചെടിയുടെ താഴെ 6 അടി കബറിൽ കിടക്കുന്ന നിന്നെ ഒന്ന് കാണാൻ, വന്നൊന്ന് നിന്നോട് സലാം പറയാൻ നിന്റെ ചാരത്തേക്ക് കാത്തിരിക്കുന്നുണ്ടാവും നീ എന്ന് ഞങ്ങൾക്ക് നന്നാക്കി അറിയാം. ആ കാത്തിരിപ്പ് വെറുതെ ആവില്ല മോളെ, ഇൻഷാ അല്ലാ. നീ കൂടെ നിന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നീ തിന്നിട്ട് പോയ മറക്കാൻ കഴിയാത്ത ഒരുപാട് ഓർമ്മകളെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. നീ എൻ്റെ ജീവന്റെ പാതിയാണ് മോളെ. ഇൻഷാ അല്ലാ, നമുക്ക് ഇനി നാളെ സ്വർഗത്തിൽ വെച്ച് കാണാം. അതിനെ പടച്ചോൻ തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കുന്നു എന്ന് നിന്റെ സ്വന്തം പാച്ചു. കൂടെ